കൊലപാതക പരമ്പര നടന്ന കർണാടക ധർമ്മസ്ഥലയിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ്? പുതിയ സ്ഥലത്ത് മണ്ണുകുഴിച്ച് പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അന്വേഷണ സംഘം. കല്ലേരി പെട്രോൾ പമ്പിന് സമീപമാണ് പരിശോധന നടത്താൻ തീരുമാനമായിരിക്കുന്നത്. അതായത് നേരത്തെ 13 സ്പോട്ട് പോയിന്റുകൾ കണ്ടെത്തി അവിടെ തിരച്ചിൽ നടത്തിയിരുന്നു. അവിടെ നിന്നും നിരവധി മനുഷ്യാസ്ഥികൂടങ്ങൾ കണ്ടെടുത്തിരുന്നു. ഇനി SITയുടെ നീക്കങ്ങൾ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലേക്കാണ്. KB ബൈജു ചേരുന്നുണ്ട് ധർമ്മസ്ഥലയിൽ നിന്നും വിവരങ്ങളുമായി. ബൈജു, ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ടോമെ, അപ്രതീക്ഷിത നീക്കം എന്ന് പറയേണ്ടി വരും. SITയുടെ 1:30 കൂടിയാണ് ഇത്തരത്തിൽ ശുചീകരണ തൊഴിലാളിയുമായി SIT സംഘം എത്തുന്നത്. നേരെ കല്ലേരി പെട്രോൾ പമ്പിന് സമീപമുള്ള ബോളൂർ എന്ന് പറയുന്ന സ്ഥലം, അതായത് പൂർണ്ണമായും വനമേഖലയാണ്. വലിയ തോതിൽ മരങ്ങൾ തിങ്ങി വളർന്ന, ശരിക്കും അത്രത്തോളം വലിയ ഒരു വനമേഖലയിലേക്ക് ഇപ്പോൾ സംഘം കടന്നിരിക്കുന്നു. അതായത് ഏറ്റവും പ്രധാനം, ഈ സ്ഥലത്ത് നിന്നാണ് ഈ സാക്ഷി ഇത്തരത്തിലൊരു തലയോട്ടി, നമുക്ക് തുടക്കത്തിൽ ദൃശ്യങ്ങളിലൊക്കെ കാണാം, ഒരു തലയോട്ടി തെളിവിനായി എടുത്ത ഒരു സ്ഥലം. ആ സ്ഥലത്താണ് പരിശോധന നടത്തുന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ വളരെ നിർണായകമാകും ഈ പരിശോധന. ഇവിടെ കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇത് വനത്തിനകത്താണ്, പൂർണ്ണമായും വനത്തിനകത്താണ്. മാധ്യമങ്ങൾക്കൊന്നും തന്നെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ കഴിയുന്ന പരിധിക്കുള്ളതല്ല. വളരെ അകത്തോട്ടാണ് സംഘം പോയിരിക്കുന്നത്. 2 ദിവസമായി SITയുടെ പരിശോധന ഉണ്ടായിരുന്നില്ല. അപ്രതീക്ഷിത നീക്കം എന്ന് പറയേണ്ടി വരും. ഒരു അനിശ്ചിതത്വം ഇന്നുണ്ടായിരുന്നു ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്. പക്ഷേ 1:30 കൂടിയാണ് ഇങ്ങനെ വാഹന വ്യൂഹം ഇവിടെ വരുന്നതും നമ്മൾ അപ്പോൾ തന്നെ ആ സംഭവ സ്ഥലത്ത് വരുന്നതും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലം, അത് ഈ ശുചീകരണ തൊഴിലാളിയും കൊണ്ട് അല്പസമയം മുമ്പ് ഈ വനത്തിനകത്തേക്ക് കയറിപ്പോകുന്ന ആ ദൃശ്യമാണത്. എന്തായാലും ഈ സ്ഥലത്ത് നിന്നും കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളി പങ്കുവച്ചിട്ടുള്ളത്. അതായത് 1 മുതൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 13 വരെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ 13ാമത്തെ പോയിന്റ് വരുന്നത് സ്നാനഘട്ടയാണ്. ആ സ്നാനഘട്ടയിലെ 13ാം പോയിന്റിൽ ഇതുവരെ പരിശോധന നടന്നിട്ടില്ല. കഴിഞ്ഞ 2 ദിവസമായി ഒരു അനിശ്ചിതത്വം ഇവിടെ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനമൊക്കെ കൊണ്ടുവന്ന് അത്തരത്തിലുള്ള സംവിധാനത്തിൽ ഈ പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അവിടെയുള്ള പരിശോധന അവിടെ നിർത്തിവെച്ച് പുതിയൊരിടത്തേക്ക്, അതായത് നേരത്തെ സ്വകാര്യ വ്യക്തിയുടെ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിരുന്നു 14-15, അതല്ല, ഇതിപ്പോൾ മറ്റൊരു സ്ഥലമാണ്. പൂർണ്ണമായും വനമേഖലയാണ്. മൊബൈൽ ഫോൺ റേഞ്ച് വരെ ഇല്ലാതെ ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ മാറിയാണ്, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും 10 കിലോമീറ്റർ മാറിയാണ് ആ സ്ഥലം. അവിടെ മൊബൈൽ ഫോൺ റേഞ്ച് ഇല്ല. അത്രത്തോളം വനമേഖലയെന്ന് ആ സ്ഥലം പറയേണ്ടി വരും. എന്തായാലും ആ വനമേഖലയിൽ ഉൾക്കാട്ടിലേക്ക് ഇപ്പോൾ സംഘം നീങ്ങിയിരിക്കുന്നു. ഇവിടെ നിന്നും എന്ത് തെളിവുകൾ കിട്ടുന്നു അത് വളരെ പ്രധാനമാണ്. കാരണം ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെയാണ് തെളിവിനായി ശുചീകരണ തൊഴിലാളി ഒരു തലയോട്ടി കുഴിച്ചെടുത്തത്. ആ തലയോട്ടിയാണ് കോടതിയിൽ ഹാജരാക്കിയത്. അതിപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഇത്തരത്തിൽ നിർണായകമായ തെളിവുകൾ ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് കൂടുതൽ സാക്ഷികൾ പുറത്തു വന്നിരിക്കുന്നു. അതായത് ഈ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിടുന്നത് കണ്ടു എന്ന് പറയുന്ന സാക്ഷികൾ ഇന്ന് ധർമ്മസ്ഥല പോലീസിലെത്തിയിരിക്കുന്നു. ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഈ മാധ്യമ പ്രവർത്തകരെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. 150 പേർക്കെതിരെ, അതായത് കണ്ടാൽ അറിയാവുന്ന 150 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 7 FIR ഇട്ടിട്ടുണ്ട്. സോമനാഥ് എന്ന് പറയുന്ന ധർമ്മസ്ഥല സ്വദേശിയായ D ഗ്യാങ്ങിൽപ്പെട്ട ഒരാളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. 30ഓളം പേർ കസ്റ്റഡിയിലുണ്ടെന്ന വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും നിർണായകമായ നീക്കങ്ങൾ ധർമ്മസ്ഥലയിൽ നടക്കുന്നു. SITയുടെ അന്വേഷണം അത് വളരെ വേഗത്തിൽ, രഹസ്യ സ്വഭാവത്തിൽ തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കം അത് മുന്നോട്ട് പോകുന്നു. ഇതിനിടയിൽ വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമുണ്ടായത്, RSS സംഘടന ഇപ്പോൾ ഈ SITയുടെ അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് രംഗത്ത് വന്നു എന്നതാണ്. അത് വളരെ പ്രധാനമാണ്. SITയുടെ ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. കൊലപാതകം, ഇത്തരത്തിൽ വലിയ തോതിലുള്ള കൊലപാതകം നടന്നിട്ടുണ്ട്. ആ കൊലപാതകത്തിൻ്റെ എല്ലാം സത്യം പുറത്തു വരണം. SIT ആ രീതിയിൽ സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നതെന്നും ഇത്തരത്തിൽ RSS വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണ സംസ്ഥാന സർക്കാരിന്, കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരിന് ഈ വിഷയത്തിൽ RSS നൽകിയിരിക്കുന്നു. RSS പ്രധാനമായും പറയുന്നത്, ഈ വിഷയത്തിൽ രാഷ്ട്രീയമില്ല, കോൺഗ്രസ് ഭരിക്കുന്നോ അതല്ല, പക്ഷേ ഇവിടെ നീതി ലഭിക്കണം. ഇവിടെ മണ്ണിൽ കുഴിച്ചു മൂടപ്പെട്ട ഒരു കൊല്ലപ്പെട്ട ആളുകൾക്ക് നീതി ലഭിക്കണമെന്ന ഒരു പ്രസ്താവനയുമായി RSS സംഘടന മുന്നോട്ട് വന്നത് എന്നത് ഇതിൽ വളരെ നിർണായകമാണ്. എന്തായാലും കേസ് ഈ രീതിയിൽ SITയുടെ അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. ഇന്നലെ മഹസർ തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് ഇതുവരെ എന്തൊക്കെ തെളിവുകൾ SITക്ക് ലഭിച്ചോ
അതെല്ലാം മഹസർ തയ്യാറാക്കി കോടതിയിൽ ഹാജരാക്കാൻ ഒരുങ്ങുകയാണ്. അതിനിടയിലാണ് പുതിയൊരു സ്ഥലത്തേക്ക് കൂടി SIT ഇത്തരത്തിൽ വലിയ തോതിൽ തൊഴിലാളികളെയും കൊണ്ട് കൂടുതൽ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരെയും കൊണ്ട് അത്തരത്തിൽ വലിയ സംവിധാനത്തോടുകൂടി ഇപ്പോൾ കടന്നിരിക്കുന്നത്. അവിടെ നിന്ന് കണ്ടെത്തി ഒരു പൂർണ്ണമായിട്ടുള്ള മനുഷ്യ അസ്ഥികൂടമുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എത്ര പേരുടെ അസ്ഥികൂടങ്ങൾ അവിടെ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്? അതിന് എത്രത്തോളം പഴക്കമുണ്ട്? മാത്രമല്ല ഫോറൻസിക് പരിശോധനയ്ക്കായി ഈ അസ്ഥികൂടങ്ങൾ അയച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ വിവരങ്ങളൊക്കെ, അതിൻ്റെ പരിശോധന ഫലം ലഭിക്കാൻ ഒത്തിരിയധികം കാലതാമസം ഉണ്ടാകുമോ? അതോടൊപ്പം അറിയേണ്ട ഒരു കാര്യം കൂടി, ഇനി കിടക്കുന്നത് ചില പരിശോധിക്കുന്നത്, മണ്ണ് കുഴിച്ചുള്ള പരിശോധന നടക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ്. അതായത് ഈ കേസിലെ ആരോപണ വിധേയൻ്റെ പ്രതി എന്ന് സംശയിക്കുന്നയാളുടെ ഒരിടത്തിലാണ്, അയാളുടെ എസ്റ്റേറ്റ് പ്രദേശത്താണ്, എസ്റ്റേറ്റിലാണ് ഈ പരിശോധന നടക്കുന്നത്. അവിടെയാണ് കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയതെന്നാണല്ലോ മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എത്രത്തോളം നിർണായകമാണ് ഇനിയുള്ള ദിവസങ്ങളിലെ തെരച്ചിൽ? തീർച്ചയായും ഇപ്പോൾ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ ഈ അന്വേഷണം കടന്നു പോകുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. അതായത് ആദ്യഘട്ട പരിശോധന ഇപ്പോൾ നടക്കുന്നത്. ആ പരിശോധനയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും മുഴുവൻ റിപ്പോർട്ടായി കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്നു SIT. അതിന് ഏറ്റവും വളരെ ചടുലതയാർന്ന നീക്കമാണ് ഇപ്പോൾ കാണുന്നത്. ഈ ടോം സൂചിപ്പിച്ച 14ഉം 15ഉം നിലവിൽ പരിശോധന നടത്തിയിട്ടില്ല. ഒരു പക്ഷേ കോടതിയുടെ അനുമതിയോടുകൂടി ഇവിടെ പരിശോധന നടത്താനാണ് SIT തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ കോടതി അനുമതി SITക്ക് ലഭിച്ചിട്ടില്ല, അത് വരും ദിവസങ്ങളിൽ ലഭിക്കും, അവിടെയും പരിശോധന ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ ഈ ഒരു മണിക്കൂറിൽ നിർണായകമായ ഒരു നീക്കം നടത്തുന്നത്, നേരത്തെ തെളിവിനായി ഈ ശുചീകരണ തൊഴിലാളി ഒരു മൃതദേഹാംശം, അതായത് ഒരു തലയോട്ടി എടുത്ത സ്ഥലമാണ്, അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ആ പ്രദേശത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഇനി എന്തൊക്കെ വസ്തുക്കൾ ഇവിടെ നിന്ന് ലഭിക്കുന്നു, എത്ര മൃതദേഹാംശങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുന്നു, അത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വഴിത്തിരിവാകും. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചു, പരാതി നൽകിയവരുണ്ട്, അവരുടെ DNA സാമ്പിൾ ഉണ്ട്, അത്തരം ആളുകളുടെ മൃതദേഹമാണോ ഇവിടെ കുഴിച്ചിട്ടുള്ളത്? ഏതായാലും നാടകീയമായ നീക്കങ്ങൾ ഈ ശുചീകരണ തൊഴിലാളിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കാരണം 1 മുതൽ 13 വരെ അടയാളപ്പെടുത്തി, അതിൽ 11ാമത്തെ പോയിന്റിൽ പരിശോധന നടത്തുന്നതിനിടെ വളരെ പെട്ടെന്ന് വനത്തിനകത്തുള്ള ഒരു പോയിന്റ്, അതായത് മാർക്ക് ചെയ്യാത്തൊരു പോയിന്റ്, അവിടെ ഈ SIT സംഘത്തെ കൊണ്ടുപോയി അവിടെ താൻ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അവിടെ പരിശോധന നടത്തുമ്പോൾ കൃത്യമായി ഒരു പൂർണ്ണമായി മനുഷ്യന്റെ ഒരു അസ്ഥി കൂടെ ലഭിക്കുന്നു, ഒപ്പം ഒരു തലയോട്ടി ലഭിക്കുന്നു, 60ഓളം അസ്ഥികളും ലഭിക്കുന്നു. ഇത് കൂടുതൽ ആളുകളുടേതാണെന്ന് ആണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതെല്ലാം ഫോറൻസിക് പരിശോധനയിൽ ഇനി കൃത്യമായി അറിയേണ്ടതുണ്ട്. 4ൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നും വിവരം ലഭിക്കുന്നുമുണ്ട്. ഒപ്പം 6 എന്ന പോയിന്റിൽ നിന്നും ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടി അതേ സ്ഥലത്ത് നിന്നും ഒരു പൂർണ്ണമായ മനുഷ്യന്റെ അസ്ഥി കൂടെ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ നടക്കുന്ന പരിശോധന, ഈ മണിക്കൂറിൽ നടക്കുന്ന പരിശോധന, അതാണ് ഇനി ഏറ്റവും ശ്രദ്ധേയമാവുക. കാരണം പൂർണ്ണമായും വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. നേരത്തെ ചില ആരോപണങ്ങളൊക്കെ വന്നിരുന്നു. ഈ നേത്രാവതി പുഴയുടെ കരയിൽ നേരത്തെ ശ്മശാനമില്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് മൃതദേഹങ്ങൾ ഇത്തരത്തിൽ അടക്കം ചെയ്തിട്ടുണ്ടാകാം എന്നൊക്കെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ആരോപണം വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ നടത്തുന്ന പരിശോധനയിൽ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഈ സംഭവത്തെക്കുറിച്ച് ധർമ്മസ്ഥലയിൽ അന്വേഷിക്കാനായി എത്തുമെന്ന ചില സൂചനകൾ ലഭിച്ചിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇതുമായി ബന്ധപ്പെട്ട ഈ സംഭവത്തെക്കുറിച്ച് എന്നെ അന്വേഷിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. അത്തരം നടപടികൾ, അതായത് കേന്ദ്ര ഏജൻസികൾ ധർമ്മസ്ഥലയിലേക്ക് അന്വേഷിക്കാനായി എത്തുമോ? ടോമെ, ഈ കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇത്തരത്തിലൊരു പരാതി ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ പരാതിയാണ് ഇപ്പോൾ CTCR എന്ന് പറയുന്ന ഈ തീവ്രവാദ വിരുദ്ധ വിഭാഗത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു ഇതിന് വകുപ്പിന് കൈമാറിയിരിക്കുന്നത്. അവർ ഈ കാര്യം പരിശോധിക്കുന്നുണ്ട്. അതായത് ഇത് അന്താരാഷ്ട്ര തലത്തിൽ വരെ ഇതിപ്പോൾ ചർച്ചയായ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു അന്വേഷണം കേന്ദ്ര ഏജൻസി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു മെയിൽ പോയിരിക്കുന്നത്. അതായത് ഓഗസ്റ്റ് 2-നാണ് ഇത്തരത്തിലൊരു പരാതി ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ ലഭിച്ചത്. അത് ഓഗസ്റ്റ് 4-ാം തീയതി ഇത്തരത്തിൽ CTCRക്ക് കൈമാറിയിട്ടുണ്ട്. അവർ ഈ കേസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഒരു പക്ഷേ അവർ പരിഗണിച്ചേക്കാം. നിലവിൽ ഈ SIT തന്നെയാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. DGPയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സംഘം, 20-അംഗ സംഘം, അവർ തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി എല്ലാം തന്നെ, ഇതുവരെ ലഭിച്ച ഓരോ വസ്തുക്കളും അതെല്ലാം തന്നെ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യക്ക് ഇപ്പോൾ കൈമാറിയിട്ടുമുണ്ട്. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള SITയുടെ ഭാഗത്തുനിന്നുള്ള നീക്കം വളരെ ശ്രദ്ധേയമാണ്. കൃത്യമായി ശാസ്ത്രീയമായ രീതിയിൽ മാധ്യമങ്ങൾക്ക് പോലും
പോലും ഏത് രീതിയിലാണ് ഇവരുടെ അന്വേഷണം നടത്തുന്നതെന്ന് നമുക്ക് ഒരു ഘട്ടത്തിലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ ഇന്നും 13-ാം പോയിന്റിലാണ് നമ്മൾ രാവിലെയൊക്കെ റിപ്പോർട്ട് ചെയ്തതെങ്കിൽ അവിടെ എല്ലാ ഒരുക്കങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ വളരെ നാടകീയമായാണ് നമുക്ക് മുന്നിലൂടെ 1:30 ഈ വാഹന വ്യൂഹം ഇങ്ങനെ കടന്നു പോകുന്നത് കണ്ടത്. പിന്നീട് അതിൻ്റെ പിന്നാലെ തന്നെ പോയപ്പോഴാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നതും പിന്നീട് വനത്തിനകത്തേക്ക് ശുചീകരണ തൊഴിലാളിയെ കൂട്ടി കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാലും അത്തരത്തിലുള്ള SIT ഒരു കാര്യങ്ങളും ഇതുവരെ ഇതിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എത്ര മൃതദേഹങ്ങൾ ലഭിച്ചു, എന്തൊക്കെ വസ്തുക്കൾ ലഭിച്ചു, അതൊന്നും പുറത്തുവിട്ടിട്ടില്ല. ഇതിപ്പോൾ മഹസ്റായി ഇന്നലെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്നലെ ഇത്തരത്തിൽ തെരച്ചിലുണ്ടായിരുന്നില്ല, കഴിഞ്ഞ ദിവസവും തെരച്ചിലുണ്ടായിരുന്നില്ല, 2 ദിവസം തെരച്ചിലുണ്ടായിരുന്നില്ല. ഇന്നാണ് ഇപ്പോൾ ഈ 1:30 ഈ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇത് ഇനി എത്ര സമയം വരെ നീണ്ടു നിൽക്കും അത് ഏതായാലും നമ്മൾ കാത്തിരിക്കേണ്ടി വരും. 7 മണിയോടുകൂടിയാണ് 6:30-7 മണിയോടുകൂടിയാണ് ഈ തെരച്ചിൽ അവസാനിപ്പിക്കാറുള്ളത്. പക്ഷേ ഇന്ന് 1:30 വനത്തിനകത്ത് കയറിയിട്ടുള്ളത്. ഇനി കൃത്യമായി ഇത് വലിയ ആഴത്തിലൊന്നും കുഴിച്ചിട്ട സ്ഥലമല്ല എന്നാണ് ഈ ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയിരിക്കുന്നത്. നേരത്തെ ഒരു കത്തി ഉപയോഗിച്ചാണ് ഇത്തരത്തിലൊരു തലയോട്ടി ഇയാൾ പുറത്തെടുത്തതെന്നാണ് അവകാശപ്പെടുന്നത്. ആ തലയോട്ടിയാണ് ഈ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. താൻ പറയുന്നത് വിശ്വസിക്കണം, ഇത് തെളിവിനായി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു കൊണ്ടുവന്ന സ്ഥലം. ആ സ്ഥലത്തെ പരിശോധന ആയതുകൊണ്ട് തന്നെ വളരെ പ്രധാനമാണ് ഈ ഒരു പരിശോധന. എന്തായാലും നമുക്ക് അല്പസമയത്തിനകം തന്നെ എന്തൊക്കെ വസ്തുക്കൾ ഇവിടുന്ന് ലഭിച്ചു അതൊക്കെ വിവരങ്ങൾ ലഭിച്ചേക്കാം. വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ മാത്രമേ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുള്ളൂ. ഊഹാപോഹങ്ങൾ ഇത്തരത്തിൽ പ്രചരിപ്പിക്കാറില്ല. കാരണം ഈ അന്വേഷണത്തെ ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെടുന്ന രീതിയിലുള്ള ഇത്തരം വാർത്തകൾ വരുന്നത് അത് തടസ്സപ്പെടുന്ന രീതിയിലായിരിക്കും. കഴിഞ്ഞ ദിവസം തന്നെ വലിയ തോതിൽ മാധ്യമ പ്രവർത്തകരെ പലരെയും മർദ്ദിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഒരു പക്ഷേ ഈ കേസ് തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമം പലരുടെയും ഭാഗത്തുനിന്നുണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ SITയുടെ നീക്കം വളരെ കൃത്യമാണ്. ഈ കാര്യത്തിൽ ഇനി SIT ഇതെല്ലാം കഴിഞ്ഞ് മാത്രമേ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടൂ. ഒരു പക്ഷേ രഹസ്യം ഇതായി തന്നെ കോടതിയിൽ ഏൽപ്പിക്കുകയായിരിക്കും SITയുടെ ഭാഗത്തുണ്ടാവുക. തെളിവുകൾ ശേഖരിച്ച് പ്രതികളിലേക്ക് എത്തുക, പ്രതികളെ ചോദ്യം ചെയ്യാനുണ്ട്. അത്തരം ഒരുപാട് നടപടിക്രമങ്ങൾ ഉണ്ട്. വളരെ പ്രാഥമിക ഘട്ടത്തിലാണ് ഈ കേസ് അന്വേഷണം എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇപ്പോൾ നടക്കുന്ന പരിശോധന അത് സുപ്രധാനമാണ്. നമുക്ക് ഏതായാലും 7 മണിയോടുകൂടി ഇതിൻ്റെ വിശദാംശങ്ങൾ ലഭിക്കും. കാരണം ഇവൾ പുറത്തേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും ഇത്തരത്തിൽ അസ്ഥിഭാഗങ്ങളോ അല്ലെങ്കിൽ മൃതശരീരങ്ങളോ കിട്ടിയാൽ അത് പുറത്തേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ മാത്രമാണ് നമുക്ക് കൂടുതലും മനസ്സിലാക്കാൻ സാധിക്കാറുള്ളത്. അതല്ലാതെ SITയുടെ ഔദ്യോഗിക സ്ഥിരീകരണം ഇന്ന് ഈ സമയം വരെ SIT അന്വേഷണം ആരംഭിച്ച് 10-ാം നാളാകുമ്പോഴേക്കും ഇതുവരെ ഒരു വിവരവും പങ്കുവച്ചിട്ടില്ല. നമുക്ക് ഇത്തരം ലഭിക്കുന്ന ഇവിടെ നിന്നും കൃത്യമായി നേരിട്ട് കാണുന്ന വിവരങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും അത് തന്നെയാണ് പ്രധാനം. നമ്മൾ അതിനായാണ് ഇപ്പോൾ കാത്തിരിക്കുന്നതും. ഇവിടെ വ്യക്തമാണ്. KV ബൈജു ആണ് ധർമ്മസ്ഥലയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.